Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. അതിൽ ആദ്യം പിടിച്ചോ, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് എന്തായാലും ചോദിക്കാറുണ്ട്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അതിൻ്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾ മെജോറിറ്റി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, എലമെൻറ്റ്സ് ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ബെനഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് തരാനുള്ള ആദ്യത്തെ സജഷൻ എന്ന് പറയുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് വൺ, എത്തിക്സിനെ പറ്റിയിട്ടുള്ള ചോദ്യം എന്താണ് മിക്ക പേപ്പറിലും ചോദിക്കാറുള്ളതാണ്. ബിസിനസ് എത്തിക്സ് എന്താണ്, ബിസിനസ് എത്തിക്സ് എന്താണ്, അതുപോലെ തന്നെ എത്തിക്സ് ബിസിനസ്സിൻ്റെ ഓരോ ഏരിയയിലും എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ HRM എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെ ഓരോ ഫങ്ഷനിൽ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ക്ലോസ് 49ൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ റോള് കോർപ്പറേറ്റ് ഗവേണൻസിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ക്ലോസ് 49 റോൾ ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് നിർബന്ധമായി നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, പല തിയറീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു തിയറി പലപ്പോഴും വരാറുണ്ട്. അതിൽ സ്റ്റേക്ക് ഹോൾഡർ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി നോക്കി വയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു തിയറി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് സെബി ഗൈഡ്ലൈൻസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, മറ്റൊരു ചോദ്യം. ദെൻ ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി. ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ അൺഎത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ബിസിനസ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് അൺഎത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ബിസിനസ്. ഓക്കെ, നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി IFRS എന്താണ്, അതിൻ്റെ നീഡ്സ്, ഇമ്പോർട്ടൻസ്, നിർബന്ധം, യൂസസ് നോക്കി വയ്ക്കുക, വരാറുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് കൾച്ചർ എന്താണ്, കോർപ്പറേറ്റ് കൾച്ചർ എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇമേജ് എന്താണ്, അതിൻ്റെ കൂടെ നോക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ഇതിനായിട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കോർപ്പറേറ്റ് ഇമേജിൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് അത് നോക്കണം. അപ്പോൾ കോർപ്പറേറ്റ് കൾച്ചർ, കോർപ്പറേറ്റ് ഇമേജ് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ വരാറുള്ളതാണ്. പിന്നെ കമ്മിറ്റീസിൽ നേരത്തെ പറയാൻ വിട്ടുപോയ 2 കമ്മിറ്റീസ് ഉണ്ട്. അതിൻ്റെ റെക്കമെൻഡേഷൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്.
recommendations of Cadbury committee റിപ്പോർട്ട്. അതുപോലെ തന്നെ JJ ഇറാനി കമ്മിറ്റീൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. JJ ഇറാനി കമ്മിറ്റി. അപ്പോൾ ഇതൊക്കെ മാറി മാറി വരാറുള്ള ചോദ്യങ്ങളാണ്, നോക്കണം. ഇനി ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചെയർമാൻ്റെ മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചെയർമാൻ. ഓക്കെ, അത് നോക്കി വയ്ക്കുക. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. വിസിൽ ബ്ലോയിങ്. വിസിൽ ബ്ലോയിങ് എന്താണ് കൺസെപ്റ്റ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിസിൽ ബ്ലോയിങ്, അതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി കമ്പനീസ് ആക്ട് എന്താണ്? കമ്പനീസ് ആക്ടിൻ്റെ റോൾ ഓഫ് കമ്പനീസ് ആക്ട് 2013 to ensure corporate governance. ഇത് മറ്റൊരു സജഷൻ നൽകാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. സോ നിങ്ങൾ ഇത്ര ഏരിയാസിലോട്ട് മിനിമം നിങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യണം. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും 4 എണ്ണം കിട്ടും. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യം ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.